അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ മാജിക് സ്ക്രീനിലേക്ക് നോക്കുക. ആദ്യം ഞങ്ങളുടെ അല്ല നമ്മുടെ മാജിക് സ്ക്രീനിലേക്ക് നോക്കുക. ഹരിയാന, താഴെ ജമ്മു കാശ്മീർ, 2 സംസ്ഥാനങ്ങളിലും 90 സീറ്റുകളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും അധികാരത്തിൽ വരിക? ഹരിയാനയിൽ കോൺഗ്രസും സഖ്യവും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ? അതല്ല കാശ്മീരിൽ നാഷണൽ കോൺഗ്രസും അല്ലെ പക്ഷേ അവിടെയല്ലേ തൂക്കസഭ എക്സിറ്റ് പോൾ പറയുന്നത്. എക്സിറ്റ് പോൾ ഇനി വിശ്വസിക്കണ്ട. ഇനി നമുക്ക് റിയൽ പോൾ അല്ലേ, എക്സാക്ട് പോൾ റിസൾട്ട് വരികയാണ്. 2 മിനിറ്റിലേക്ക് നീങ്ങുന്നു. 2 മിനിറ്റ് 1 2 അല്ലേ? 2 മിനിറ്റ് 59 സെക്കൻഡ് 2 മിനിറ്റ് 59 സെക്കൻഡിലേക്ക് ചുരുങ്ങണം. 2 മിനിറ്റ് 58ലേക്ക് അവസാന നിമിഷം ജമ്മു കാശ്മീരിലാണ് പട്ടി ഉരക്കുന്നില്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ തോന്നാറുണ്ട് എനിക്ക്. സത്യം പറയുന്നത് നന്നായി കേട്ടോ. എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെയല്ലേ ഫീൽ ചെയ്യും വിജയകുമാർ. എനിക്ക് അങ്ങനെയാ തോന്നിയത്. അപ്പൊ നമുക്കൊരു കാര്യം കളിയില്ല അല്ലേ? നമ്മൾ ഇനി കാര്യത്തിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, 90 സീറ്റുകളിലേക്ക് ഹരിയാനയിലും ജമ്മു ആൻഡ് കാശ്മീരിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. റൂമുകൾ തുറക്കുന്നു. ഇനി ഉത്കണ്ഠാഭരിതമായ നിമിഷങ്ങളാണ് ഇതിന്റെ ഉള്ളില് അല്ലേ? ഈ പെട്ടിയിൽ ആരാണ് അല്ലേ? ജനങ്ങളുടെ ഹൃദയം. പെട്ടി പൂട്ടണോ പെട്ടി തുറക്കണോ? പെട്ടി എന്തായാലും തുറക്കുകയാണ്, അത് എടുക്കുകയാണ്, ഏതോ ഒരു തെരഞ്ഞെടുപ്പിൽ ചാവി മറന്നു വെച്ച ഓർമ്മയുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ചാവി മറന്നു വെച്ചിട്ടില്ല, താക്കോൽ മറന്നു വെച്ചിട്ടില്ല. താക്കോൽ കറക്റ്റ് കൊണ്ടുവന്ന് ഓരോരോ പൂട്ടായി തുറക്കുകയാണ്. നമ്മളെയൊക്കെ പത്തായപ്പുര പൂട്ടുന്ന ലോക്ക് തന്നെ. ജമ്മു കാശ്മീരിൽ ഇത്തവണ 3 ടയർ സുരക്ഷയാണ്. 28 കൗണ്ടിംഗ് സെന്ററുകളാണുള്ളത്. അവിടെ 3 ലെയർ ആണ് സുരക്ഷ. കാരണം കുറെ കൂടി സുരക്ഷ വേണ്ട ഒരു സ്റ്റേറ്റ് ആണല്ലോ. അതുകൊണ്ട് 3 ടയർ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വെറുതെ പെട്ടി എടുത്തുകൊണ്ട് പോവാ പോലെ ചുറ്റും വെടിവെച്ച കേൾക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടന്നു. അവിടെ ആര് ജയിച്ചാലും അവിടെ ആര് തോറ്റാലും 10 വർഷത്തിന് ശേഷം സുപ്രീം കോടതി ഇടപെടൽ കൂടിയാണെങ്കിൽ കൂടിയും അവിടെ ജനാധിപത്യം പൂത്തുകഴിഞ്ഞു. ഒരു തർക്കവും ജമ്മു കാശ്മീർ ഇറങ്ങുന്നു ശരിയല്ല. ഒരു താഴ്വരയില് ജനാധിപത്യം പുലരുന്നു എന്നുള്ളത് ആര് ജയിച്ചോ ആര് തോറ്റോ അതൊക്കെ ജയിച്ചു. വലിയ വിജയമാണ്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 ഒക്കെ റദ്ദ് ചെയ്തതിനു ശേഷം ഇത്തരം അക്രമരഹിതമായ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് കാശ്മീരിൽ നടക്കും എന്ന് ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഈ താഴ്വരയിൽ സമാധാനത്തിന്റെ നാളുകൾ വന്നു കഴിഞ്ഞു. 58 സെക്കൻഡ് 57 സെക്കൻഡ് 51 ഇനി 49 സെക്കൻഡിലേക്ക് താന്നു. 40 സെക്കൻഡ്. അയ്യോ, 40 സെക്കൻഡിനുള്ളിൽ എണ്ണി തുടങ്ങാൻ പോകുന്നു. 19 സെക്കൻഡ് 18 സെക്കൻഡ് 17 സെക്കൻഡ് 17 ഇപ്പൊ തുടങ്ങുകയാണ്. അവിടെ ഗോദ്രേജിന്റെ പൂട്ടുകൾ അഴിച്ച് ഈ സാധനം ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ കൊണ്ടുവരാൻ പോകുന്നു. അതിനുശേഷം അവിടെ വെക്കാൻ പോകുന്നു. അതിനുശേഷം എണ്ണാൻ പോകുന്നു. എന്താണ് ഈ പറഞ്ഞ EVM-നുള്ളിൽ 2 സംസ്ഥാനങ്ങളിലെ ജനഹൃദയങ്ങളാണ്. ജനഹൃദയങ്ങൾ ആരെ ജോസ് ചാക്കോ പെരിപുരത്തിന്റെ സഹായമില്ലാതെ നമ്മളിവിടെ നിലവിളിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞിട്ടാ ഇത് തുറക്കുന്നതെന്ന് തോന്നുന്നു. തപാൽ വോട്ടുകൾ സർവീസ് വോട്ടുകളാണ്. 8:15 കൂടി അത് എണ്ണി തീരും. 8:30 കൂടി EVM-കൾ തുറക്കും. അപ്പോൾ 8:15 8:30 ആ സമയത്ത് ആദ്യ പല സൂചനകൾ വരും. ആദ്യ സൂചനകൾ കഴിയാൻ 9 മണിയോടെ കുറെ കൂടി സ്റ്റേബിളായ കണക്ക് വരും. 9:30 കൂടി റിസൾട്ട് വരും. വിജയകുമാർ, ഞാൻ ഒരു ചോദ്യം രണ്ടുപേരോട് ചോദിക്കാം. വിജയകുമാർ, ഈ ഹരിയാനയെ കുറിച്ചുള്ള വിജയകുമാറിന്റെ പ്രവചനം എന്താ? ഹരിയാന ആരാണെങ്കിലും ഒരു ക്ലിയർ മജോറിറ്റി, ക്ലിയർ വിക്ടറി ആയിരിക്കും. കൃത്യമായി ഏതെങ്കിലും ഒരു കക്ഷി വിജയകുമാർ എടുത്തു പറയാൻ പറ്റൂ? എന്റെ മനസ്സിലുണ്ട്, ഞാൻ മിണ്ടൂല. ഹരിയാന കോൺഗ്രസ്. കാശ്മീർ കാശ്മീരിൽ ഹങ്ങാർ എന്റെ കണക്കിൽ ഹങ് അസം ഉറപ്പാണല്ലോ. ഇത് വിജയിച്ചാൽ ഒരു കൊട വിജയകുമാർ ഞാൻ വാങ്ങിച്ചു. ഒരു കൊട പരാജയപ്പെട്ടാൽ 2 കൊട തിരിച്ചു വാങ്ങിച്ചു. ശരി, ഒരു കൊട ഹരിയാനയിൽ കോൺഗ്രസ് ജയിച്ചാൽ കൊട വരും. 2 കൊട തോറ്റാൽ 4 കൊട തിരിച്ചു. 5 കൊട
പ്രേക്ഷകർ നിങ്ങളുടെ പ്രവചനം എഴുതി അയച്ചോളൂ. യൂട്യൂബിൽ പ്രവചനം എഴുതി അയച്ചാൽ നിങ്ങൾക്ക് അല്ലേ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് 100 കൊട 100 പേർക്ക് കൊടുക്കും. 100 പേർക്ക് കൊട നമ്മൾ കൊടുക്കും. അപ്പൊ 100 കൊടകൾ അത് നിങ്ങൾ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ നോക്കും, ടാലിയാവും നോക്കും അല്ലേ. അപ്പൊ കാശ്മീർ 100 കൊട പ്രേക്ഷകർക്ക്, 4 കൊട കാശ്മീർക്ക്. ഒരു കൊട എനിക്ക്, ഒരു കൊട എസ്കേ. അപ്പൊ കൗണ്ടിംഗ് തുടങ്ങി. പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി പെട്ടി എസ്കേം ഞെട്ടെന്ന് പറയാണ്. എസ്കേ ഞെട്ടുന്ന പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി പെട്ടി തുറക്കുമ്പോ എസ്കേം ഞെട്ടെന്ന് പറയാം. 100 കൊട കൊടുക്കാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 100 കൊട നിങ്ങളെ കാത്തിരിക്കുന്നു. 4 കൊട കാശ്മീരും, 2 കൊട 1 കൊട വിജയനും. വോട്ടെണ്ണൽ തുടങ്ങി. പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം പോസ്റ്റൽ വോട്ടിലെ ലീഡ് നില പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇനി അങ്ങോട്ട് ഇടതടവില്ലാതെ കണക്കുകൾ ഇങ്ങനെ ജമ്മു കാശ്മീരിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. കണക്കുകളുടെ പെരുമഴ തുടങ്ങാൻ പോവാ. കണക്കുകളുടെ പെരുമഴ. ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ച മറ്റേ ആ പ്രേക്ഷകൻ വീണ്ടും ഇറങ്ങും. ഈ ഭൂപേന്ദ്ര കൂട കോൺഗ്രസിന്റെ ആസ്ഥാനത്തേക്ക് 9:30 എത്തും. ഹരിയാനയിൽ നിന്നുള്ള ആദ്യ വിവരം ഇതാണ്. ഹരിയാനയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുതിർന്ന നേതാവ് ഭൂപേന്ദ്ര കൂട 9:30 കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തും. എന്ന് വെച്ചാൽ അദ്ദേഹം മനസ്സിലിപ്പ് നടക്കും. ഭൂപേന്ദ്ര കൂട ഒരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അവിടെ ഹൂഡയെ വെല്ലുവിളിക്കാൻ തൽക്കാലം ആരുമില്ല. ഹൂഡ തന്നെയാണ് അവിടെ ജയിച്ചാൽ ഹൂഡ തന്നെയാണ് മുഖ്യമന്ത്രി. അപ്പൊ അതിന്റെ വലിയ ഉറപ്പ് ഇല്ല. ഹൂഡ തലപ്പൊക്കം ഹൂഡ എസ്കെ എന്താ അവിടെ ഒമർ അബ്ദുള്ള BJP തരുൺ ചോക്കുമായി എന്തോ സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ക്ലോസ് സൈഡ് ഓഫ് ഒമർ അബ്ദുള്ള മീറ്റ്സ് BJP തരുൺ ചോ എന്താ അറിയില്ല. എന്തോ സംഭവം സംഭവിക്കുന്നുണ്ട് അവിടെ. ഒമർ അബ്ദുള്ള BJPയുടെ ഒരു നേതാവിനെ കണ്ടു എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. വോട്ടുകൾ എണ്ണി തുടങ്ങിയെന്ന് വാർത്ത വരുന്നു. സ്ട്രോങ് റൂമുകളൊക്കെ തുറന്നു. എന്തായാലും ഓം പ്രകാശ് അട്ടിമറിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാശ്മീരിൽ നിന്നുള്ള വാർത്തകൾ, അതുപോലെ ഭിവാനിയിൽ CPM പ്രതീക്ഷയെന്നും പറയുന്നു. എന്തായാലും വോട്ടെണ്ണൽ വോട്ടുകൾ എഴുതി തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഇനി നമുക്ക് ഏറ്റവും വേഗം തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ്. 100 കൊടയുടെ കാര്യം, 4 കൊടയുടെ കാര്യം, 1 കൊടയുടെ കാര്യം മറക്കണ്ട. കൊട പിടിച്ച് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നേരിടും.